Welcome dears. We live in the age of cancer is a chapter taken from AEC 3-4 science students. And we know that it's a discussion between Dr. Siddhartha Mukherjee and Adam Rutherford on cancer. അതിൽ ക്വസ്റ്റ്യൻ ആൻസർ ആണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സമ്മറി ആയിട്ടുള്ള വീഡിയോ നമ്മൾ മലയാളത്തിലും ഇംഗ്ലീഷിലും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാം. ഓക്കെ. എയ്ത്ത് വൺ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മളിവിടെ കൊടുക്കുന്ന പാരഗ്രാഫ് ആൻഡ് എസ്സേ ക്വസ്റ്റ്യൻസ്. കാരണം നമുക്ക് ഷോർട്ട് ക്വസ്റ്റ്യൻ ഇല്ലായിരുന്നു കഴിഞ്ഞ എക്സാമിനൊന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ പാരഗ്രാഫ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക കൂടുതലായിട്ട്. എയ്ത്ത് വൺ എലാബറേറ്റ് ഓൺ ദി ടേം ഡിസീസ് ആൻഡ് ഡിസയർ ആൻഡ് ഹൗ ദി ഡിസ്റ്റിങ്ഷൻ ഹാസ് ബ്ലർഡ് ഓവർ ടൈം. എന്താണ് ഡിസീസ് അല്ലെങ്കിൽ ഡിസയർ തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റിങ്ഷൻ, വേർതിരിവ് എന്താണ്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വലി disease and desire? In the past, disease meant any condition that harmed the body, like infections or organ failures, while desire referred to human wants such as ambition or cravings. നമുക്കറിയാം ഡിസീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് പറ്റുന്ന എന്തെങ്കിലും ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ഓർഗൻ ഫെയിലിയർ പറഞ്ഞു വെച്ചാൽ ഏതെങ്കിലും അവയവത്തിന് ഉണ്ടാകുന്ന കേടുപാടുകളോ ഒക്കെയാണ് നമ്മൾ ഡിസീസ് എന്ന് പറയുന്നത്. ഡിസയർ പറഞ്ഞു വെച്ചാൽ മനുഷ്യനുണ്ടാവുന്ന ആഗ്രഹങ്ങളും അതുപോലെ തന്നെ എന്താ പറയുക ആ ഒരു ഇഷ്ടങ്ങളും അങ്ങനത്തെയൊക്കെയാണ് നമ്മൾ ഡിസയർ എന്ന് പറയുന്നത്. However, the line between the two has become less clear. Today, some conditions, one such as natural, like aging, obesity, or anxiety, are treated as diseases. ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ ഏജിങ് ഒക്കെ ഡിസീസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. കാരണം ആർക്കൊന്നും വയസ്സാവാൻ ഇഷ്ടമല്ല. എവറി വൺ വാണ്ട്സ് ടു ബിക്കം യങ്, സോ ആസ് ലോങ് ആസ് ദേ ക്യാൻ അല്ലേ. അപ്പോൾ തന്നെ ഒബീസിറ്റി, പണ്ട് നല്ല തടിച്ച ആളുകളൊക്കെ ആയിരുന്നു ആളുകൾക്ക് ഇഷ്ടം, അല്ലെങ്കിൽ അങ്ങനെ ആവണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ഇന്ന് അതൊക്കെ ഒരു രോഗമായിട്ടാണ് കണക്കാക്കുന്നത്. ആങ്സൈറ്റി അല്ലേ, അപ്പോൾ അതൊക്കെ രോഗമാണ്. At the same time, medical science is used to improve human abilities such as increasing lifespan, memory, or physical strength. അപ്പോൾ നമുക്കറിയാം ഈ ട്രീറ്റ്മെൻറ്റിലൂടെ നമ്മളുടെ ലൈഫ് സ്പാൻ കൂട്ടിയിട്ടുണ്ട്, മെമ്മറി കൂടാൻ പറ്റിയിട്ടുണ്ട്. കാരണം നമ്മൾ സൈക്കോളജിക്കൽ അപ്രോച്ചിലൂടെ വി ക്യാൻ ഇംപ്രൂവ് അവർ സെൽസ്. അതുപോലെ തന്നെ ഫിസിക്കൽ സ്ട്രെങ്ത്തും ബൈ എക്സസൈസ്, ബൈ ദറ്റ് ഈസ് എ റുട്ടീൻ ഡയറ്റ്, അതിലൂടെയൊക്കെ നമുക്ക് നമ്മുടെ ഹെൽത്ത് മാനേജ് ചെയ്യാൻ പറ്റും. Siddhartha Mukherjee explained that medicine now serves both needs, treating illness and enhancing human potential. അപ്പോൾ നമുക്കറിയാം വെറുതെ ഇപ്പോൾ സൂക്കടിന് മാത്രമല്ല ആളുകൾ മരുന്ന് കഴിക്കുന്നത്. അതായത് സൂക്കട് ഇല്ലാതിരിക്കാനും അതുപോലെ തന്നെ ഏജിങ് ഇല്ലാതിരിക്കാനും സ്ട്രോങ് ആവാനും ഒക്കെ ആളുകൾ മരുന്ന് കഴിക്കുന്നുണ്ട്. Should medical treatment be used only for cure in diseases, or should they also fulfill human desires? അപ്പോൾ ഇത് വെറും ഡിസീസിന് മാത്രമാണോ മരുന്ന് കഴിക്കേണ്ടത്, അതോ ഹ്യൂമൻ ഡിസയേഴ്സ് അല്ലേ, ഏജ് ആവാൻ പാടില്ല. ഇപ്പോൾ ഗ്ലൂട്ടോതാമിൻ അങ്ങനത്തെ ഓരോ ടാബ്ലറ്റ്സ് ഉണ്ട്, വൈറ്റമിൻ ഡി ടാബ്ലറ്റ്സ് ആർ ദയർ, അതൊക്കെ ആൻറ്റി ഏജിങ് ടാബ്ലറ്റ്സ് ആണ്. അപ്പോൾ അതൊക്കെ കഴിക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിസയർ ഫോർ ഹ്യൂമൻ ബീയിങ്സ് ടു സ്റ്റേ യങ് ആസ് എവർ. അപ്പോൾ അതൊക്കെ നല്ലതാണോ എന്നുള്ള കാര്യമൊക്കെയാണ് ഡോക്ടർ മുഖർജി ഈസ് ഡിസ്കസിങ്. Medicine is no longer just about healing. It also about improving and modifying life itself. വെറുതെ ഏജിങ് തടയാൻ വേണ്ടി മാത്രമല്ല നമ്മൾ മെഡിസിൻ കഴിക്കുന്നത്, പിന്നെയോ നമ്മളെ ഇംപ്രൂവ് ചെയ്യാനും നമ്മളെ മോഡിഫൈ ചെയ്യാനും അല്ലേ, നമ്മളെ നന്നാക്കാൻ വേണ്ടിയൊക്കെ ഇപ്പോൾ മെഡിസിൻ കഴിക്കുന്നു. എക്സാമിൻ ദ റോൾ ഓഫ് ജനറ്റിക് ആൻഡ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ്. ജനറ്റിക്സിൻ്റെ റോള് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിലുള്ള. Genetics has changed the way doctors treat cancer. In the past, cancer treatment was the same for everyone, but now scientists use genetics testing to find the exact mutations that cause cancer in each patient. നമുക്കറിയാം ഹെറിഡിറ്ററി ആണ് ക്യാൻസർ. അപ്പം മ്യൂട്ടേഷനിൽ, അതായത് ജനറ്റിക് സ്ട്രക്ചർ നോക്കിയിട്ട് അതിൽ എവിടെയാണ് ക്യാൻസറിൻ്റെ ആ ഒരു DNA ഉള്ളതെന്ന് വെച്ചാൽ അവിടെ മാത്രം എന്ത് ചെയ്യുന്നുണ്ട്, ട്രീറ്റ്മെൻറ്റ് നടത്തുന്നുണ്ട്. This allows for targeted treatments that attack only cancer cells without harming healthy ones. അപ്പോൾ ക്യാൻസർ സെല്ലിനെ മാത്രം എന്ത് ചെയ്യാണ്, ടാർഗറ്റ് ചെയ്യാണ്, അല്ലാതെ ശരീരത്തിന് മൊത്തമായിട്ടല്ല. ഫോർ എക്സാമ്പിൾ, ഡ്രഗ്സ് ലൈക്ക് ഇമാറ്റിനിബ് ഫോർ ലുക്കീമിയ ആൻഡ് ട്രാൻസ്മാബ് ഫോർ ബ്രസ്റ്റ് ക്യാൻസർ വർക്ക് ബൈ ബ്ലോക്കിംഗ് സ്പെസിഫിക് ക്യാൻസർ കോസിങ് ജീൻസ് അല്ലേ. ഈ മരുന്നുകൾ
ആ ജീനിനെ മാത്രമാണ് ലക്ഷ്യം വെക്കുന്നത്, നോട്ട് ദ ബോഡി. Siddhartha Mukherjee explains that understanding cancer at the genetic level helps doctors create personalized treatment plans, predict how the disease will progress, and even prevent cancer in high-risk individuals. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ക്യാൻസർ എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യും, പിന്നെ പ്ലാൻ ചെയ്യും ദ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ. പിന്നെ അതുപോലെ തന്നെ എങ്ങനെയാണത് ശരീരത്തിൽ പടർന്ന് പിടിക്കുന്നത് എന്ന് അസസ് ചെയ്യും. പിന്നെ എന്താണ് ഈവൻ ഹൈ റിസ്ക്, അതായത് തേർഡ് സ്റ്റേജിലൊക്കെ എത്തിയ ആളുകളെ പോലും ഇപ്പോൾ ക്യൂർ ചെയ്യുന്നുണ്ട്. ന്യൂ ടെക്നോളജീസ് ലൈക്ക് CRISPR might one day correct faulty genes before cancer even starts. അപ്പം തുടങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ ഇങ്ങനെ ഈ DNA അനാലിസിസിലൂടെ, ജീനുകളിലെ അനാലിസിസിലൂടെയൊക്കെ നമുക്ക് ക്യാൻസറിനെ തടയാൻ പറ്റും. As research continues, genetic-based treatments will become more effective, reducing side effects and improving survival rates. അങ്ങനെ സർവൈവൽ റേറ്റ് കൂടിയിട്ടുണ്ട് ഇപ്പോൾ. പണ്ടത്തെ പോലെ ക്യാൻസർ വന്ന് എല്ലാവരും മരിക്കുന്നില്ല, സൈഡ് എഫക്റ്റ് കുറഞ്ഞ് എങ്ങനെ ആളുകളെ രക്ഷിക്കാം എന്നുള്ളതാണ് മോഡേൺ മെഡിസിൻ നോക്കുന്നത്. By focusing on the genetic causes of cancer, doctors are finding smarter and safer ways to fight the disease. അല്ലേ? അപ്പോൾ ഡോക്ടേഴ്സ് എങ്ങനെയാണ് ക്യാൻസറിനെതിരെ സ്മാർട്ടറായിട്ടും സേഫറായിട്ടും ഒക്കെ എന്ത് ചെയ്യാണ്, ഫൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് പുതിയ മരുന്നുകൾ കണ്ടുപിടിക്കുന്നത്. 10th one, discuss how the Human Genome Project has revolutionized the understanding of cancer. എങ്ങനെയാണ് ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ്, അതൊരു പ്രൊജക്റ്റാണ്, അതായത് ജീൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മൾ കഴിഞ്ഞ ആൻസറിൽ പറഞ്ഞു മ്യൂട്ടേഷൻ നടത്തിയിട്ട്. അതെങ്ങനെയാണ് ക്യാൻസറിനെ കണ്ടുപിടിക്കുന്നതിലും അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലും റെവല്യൂഷൻ ഉണ്ടാക്കിയത്? The Human Genome Project mapped the entire human genetic code, helping scientists understand how genetic mutations cause cancer. അപ്പോൾ എങ്ങനെയാണ് ജനറ്റിക് ആയിട്ട് ക്യാൻസർ വരുന്നതെന്ന് കണ്ടുപിടിക്കാൻ സഹായിക്കുന്നു. Before this, cancer was treated based on where appeared in the body, like lung or breast cancer. അല്ലേ? എവിടെയാണ് ക്യാൻസർ ഉള്ളത് അവിടെ മാത്രം ട്രീറ്റ് ചെയ്യായിരുന്നു ചെയ്തിരുന്നത് പണ്ട്. Now doctors can look at the genetic mutations inside a tumor and design treatment that target those specific changes. This has led to personalized medicine where each patient gets the most effective treatment based on their unique DNA. അല്ലേ? അപ്പോൾ ഓരോ പേഷ്യൻറ്റിനും അവരുടെ DNA അനുസരിച്ച് വേണം ട്രീറ്റ്മെൻറ്റ് നടത്താൻ. എല്ലാവർക്കും ഒരേ ട്രീറ്റ്മെൻറ്റ് നടത്താൻ പറ്റില്ല. ഓരോരുത്തർക്ക് അവരവരുടെ DNA അനലൈസ് ചെയ്തിട്ട് അവിടെ വേണം ട്രീറ്റ്മെൻറ്റ് നടത്താൻ. The HGP പറഞ്ഞ Human Genome Project also improved early cancer detection by identifying genetic risk factors, helping doctors prevent cancer before it starts. ക്യാൻസർ തുടങ്ങുന്നതിൻ്റെ മുമ്പേ അത് നശിപ്പിക്കാൻ പറ്റും. Siddhartha Mukherjee explains that the shift in understanding has changed cancer from being seen as a disease of the organs to a disease of the genes. By combining genetic research with medical treatments, the HGP has made cancer treatment more precise and effective, bringing hope for better therapies and even possible cures in the future. അപ്പോൾ ഫ്യൂച്ചറിലും HGP വെച്ചിട്ട് വളരെയധികം പ്രിസൈസ് ആയിട്ടുള്ള, വളരെ സൂക്ഷ്മമായിട്ടും ഇഫക്റ്റീവായിട്ടുമുള്ള ട്രീറ്റ്മെൻറ്റ്സ് നമുക്ക് പ്രതീക്ഷിക്കാം ഈ HGP പ്രൊജക്റ്റ്, ദാറ്റ് ഈസ് ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് വഴി. The Song of the Cell is an elegy on the basic unit of life, substantiate. അപ്പോൾ സോങ് ഓഫ് ദ സെൽ എന്ന് പറഞ്ഞ ബുക്കിൽ സിദ്ധാർത്ഥ മുഖർജി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് അത്? ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്, അതായത് സെല്ലിൻ്റെ ഉള്ള ഒരു എലജി പറഞ്ഞു വെച്ചാൽ വിലാപകാവ്യം അല്ലേ? ഒരു മരണത്തിലാണ്, നമ്മൾ ഒരാളുടെ മരണത്തിലാണ് വിലാപകാവ്യം എലജി എഴുതുന്നത്. അപ്പോൾ അതാണ് ആ ബുക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് അതിൽ പറയുന്നത് നോക്കാം. Siddhartha Mukherjee describes the cell as both the foundation of life and fragile structure that can lead to disease. അല്ലേ? ഇപ്പോൾ സെല്ലാണ് ഈ ക്യാൻസറിന് കാരണം. The book celebrates the incredible abilities of cells, such as their roles in healing wounds, fighting infections, and supporting human life. സെല്ല് വളരെ അത്യന്താപേക്ഷിതമാണ് എല്ലാ കാര്യത്തിനും അല്ലേ? ഒരു വൂണ്ട് ഉണങ്ങാനായിട്ട് സെല്ല് ഈസ് എസെൻഷ്യൽ അല്ലേ? ആ സെല്ലുകൾ അവിടെ ഇങ്ങനെ നശിച്ചു പോയാലാണ് അവിടെ ഉണങ്ങുന്നത്. അതുപോലെ തന്നെ എല്ലാ കാര്യം ഇൻഫെക്ഷന് എതിരെ പ്രതികരിക്കാനും ഒക്കെ സെല്ലിന് പറ്റും. However, it also mourns how easily cells can become damaged, leading to diseases like cancer. പക്ഷെ നമുക്കറിയാം സെൽ ഗ്രോത്ത് ആണ് ക്യാൻസറിന് കാരണം. Mukherjee highlights the progress in medicine, such as stem cell
therapy and immune treatments that help repair to replace faulty cells. അതായത് ഈ ഫോൾട്ടി, അതായത് ഈ പ്രോബ്ലം ഉള്ള സെല്ലുകളെ മാറ്റാനുള്ള ഒരു തരത്തിലുള്ള ഒരു ട്രീറ്റ്മെന്റിനെ പറ്റിയാണ് മുഖർജി പറയുന്നത്. But despite these achievements, the complexity of the cell means there is still much to learn. പക്ഷേ നമ്മൾ അതിൽ ഒരുപാട് കാര്യം ഇനിയും പഠിക്കേണ്ടതുണ്ട്. The book is both helpful and sorrowful. Hopeful and sorrowful, it praises scientific achievements while acknowledging the limits of human knowledge. അപ്പം ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട്, പക്ഷെ സങ്കടമുണ്ട്. കാരണം കുറേ കാര്യങ്ങൾ ഇനിയും പഠിക്കാനുണ്ട്, പക്ഷേ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുമുണ്ട്. അപ്പോൾ ബോത്ത് ഹോപ്പ്ഫുൾ ആൻഡ് സോറോഫുൾ ആണ് ബുക്ക്. Then by calling it an elegy, he reminds us that life is delicate and even our smallest parts can lead to both health and destruction. അപ്പോൾ എലജി എന്നുള്ളതുകൊണ്ട് മീൻ ചെയ്യുന്ന ഏറ്റവും ചെറിയ ഒരു ലൈഫിൻ്റെ എലമെൻറ്റ് നമ്മളെ രക്ഷിക്കാനും ശിക്ഷിക്കാനും മതി. അതുകൊണ്ടാണ് എലജി എന്ന് പറയുന്നത്. Analyze the 3 fundamental pieces of biology. ബയോളജിയിലെ 3 ഫണ്ടമെന്റൽ പീസസിനെ പറ്റി അനലൈസ് ചെയ്യാനാണ് പറയുന്നത്, വിശകലനം ചെയ്യാം. Biology is built on 3 main ideas: the cell, the gene, and evolution. The cell is the smallest unit of life. നമുക്കെല്ലാം അറിയാം. It carries out all the functions needed for survival, from making energy to fighting infections. Okay, നമ്മൾ കഴിഞ്ഞ ആൻസറിൽ പറഞ്ഞു പല കാര്യങ്ങൾക്ക് സെല്ല് യൂസ് ചെയ്യുന്നുണ്ട്. Learning about cells has led to medical advances like antibiotics and organ transplants. അതുപോലെ തന്നെ ഇതിനൊക്കെ സെല്ലിനെ പറ്റിയുള്ള അറിവ് അത്യന്താപേക്ഷിതമാണ്. ഓർഗൻ ട്രാൻസ്പ്ലാന്റിനും ആന്റിബയോട്ടിക് കൊടുക്കാനും അല്ലേ. അപ്പം അതെല്ലാം സെൽ നോളജ് ഈസ് വെരി ഇസെൻഷ്യൽ. The gene is the instruction manual of life. It tells cells how to grow and function. അപ്പോൾ ജീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുവൽ ഓഫ് ലൈഫ്, ഒരാളെ എങ്ങനെ ഉണ്ടാവണം എന്നുള്ള മാനുവലാണ് ആക്ച്വലി ജീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ജീൻ അനുസരിച്ചിട്ടാണ് ആളുകൾ ഉണ്ടാവുന്നത്. It tells cells how to grow and function. അപ്പോൾ ജീൻസ് ആണ് എന്ത് കൺട്രോൾ ചെയ്യുന്നത്, എങ്ങനെയാണ് സെല്ലുകൾ വളരേണ്ടത്, എന്തൊക്കെ ഫങ്ഷൻസ് ആണ് സെല്ലുകൾ ചെയ്യേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുന്നത്. Studying genes has helped scientists develop treatments for genetic disorders and cancers. അല്ലേ, ഇപ്പോൾ സയൻറ്റിഫിക് ഡിസോർഡറിനെ പറ്റിയിട്ടും ക്യാൻസറിനെ പറ്റിയിട്ടൊക്കെ സയൻറ്റിസ്റ്റുകൾ പഠിക്കുന്നുണ്ട്. Evolution explains how life changes over time. It helps scientists understand how diseases adapt, why some people are more at risk for illness, and how species evolve. അപ്പം ഈ ഇവല്യൂഷൻ നമുക്കറിയാം, ജെനറ്റിക്സ് ഇവല്യൂഷനിൽ എങ്ങനെയാണ് കാലക്രമത്തിൽ മനുഷ്യൻ മാറിയത് അല്ലേ, അല്ലെങ്കിൽ എങ്ങനെയാണ് ജീവൻ തന്നെ മാറിയത്. നമുക്കറിയാം ആദ്യമൊക്കെ ചെറിയ ലോ ഓർഡർ അനിമൽസ് നിന്ന് ഹയർ ഓർഡർ അനിമൽസ് ഉണ്ടായി. ഇറ്റ് ഹെൽപ്സ് സയൻറ്റിസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഹൗ ഡിസീസ് അഡാപ്റ്റ്, എങ്ങനെയാണ് ആളുകൾക്ക് ഡിസീസ് വരുന്നത് എന്നൊക്കെ ജീനോളജി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. Siddhartha Mukherjee explains that these 3 ideas are connected: genes control cells and evolution shapes both. അപ്പോൾ ജീനിനെ കൺട്രോൾ ചെയ്താൽ, ജീൻ ഈസ് ബേസ്ഡ് ഓൺ എവല്യൂഷൻ. അപ്പോൾ അതൊക്കെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസറിനെയൊക്കെ പ്രതിരോധിക്കാം. അത് ക്യാൻസറിനെ മാത്രമല്ല, ഒരുവിധം എല്ലാ ഹെറിഡിറ്ററി ഡിസീസസിനെയും. Together they help scientists understand life itself. By studying them, researchers continue to develop new treatments and technologies that improve health and extend human life. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് എന്താണ് സയൻറ്റിസ്റ്റുകൾ മനുഷ്യർക്ക് കൂടുതൽ ഹെൽത്തും അതുപോലെ തന്നെ കൂടുതൽ ലൈഫ് സ്പാനും ഒക്കെ നൽകാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു. Examine the future of cell therapy. ഈ സെൽ തെറാപ്പിയുടെ ഫ്യൂച്ചർ എന്തായിരിക്കും? Cell therapy is one of the most exciting areas of medicine. It uses live cells to repair or replace damaged tissues, offering hope for treating diseases like cancer and Parkinson's. ഇപ്പോൾ പാർക്കിൻസൺസ് ഡിസീസും ക്യാൻസറൊക്കെ ക്യൂർ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഡാമേജ്ഡ് സ്കിൽസിനെ മാറ്റുക, ആ ടിഷ്യൂ മാറ്റുക. ടിഷ്യൂ പറഞ്ഞു വെച്ചാൽ collection of cells. One successful example is CAR-T therapy, which modifies a patient's immune cells to fight cancer. അല്ലേ, ഇമ്മ്യൂൺ സെൽസിനെ മോഡിഫൈ ചെയ്യുക, അപ്പോൾ ക്യാൻസറിനെതിരെ അത് പൊരുതിക്കോളും. This has saved many lives, especially in leukemia patients. Siddhartha Mukherjee explains that new technologies like CRISPR gene editing will make cell therapy even more precise.
അപ്പോൾ അത് പുതിയൊരു ടെക്നോളജിയാണ്. അത് ജീൻ എഡിറ്റിംഗ് ആണ്. അതായത് ജനറ്റിക് ആയിട്ടുള്ള ക്യാൻസറിനെ ഇംപാക്ട് ചെയ്യുന്ന സെല്ലുകളെ എഡിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചറിനെ എഡിറ്റ് ചെയ്യുക. അപ്പോൾ അത് കുറച്ചുകൂടി സൂക്ഷ്മമാണ്, കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതാണ്. Scientists are also working on using stem cells to regenerate organs, which could eliminate the need for transplants. അപ്പോൾ അതുപോലെ തന്നെ ഓർഗൻസിനെ റീജനറേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ വർക്ക് ചെയ്യാനൊക്കെ എന്താ പറയുക, സയൻറ്റിസ്റ്റ് ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. അവരുടെ പരീക്ഷണങ്ങൾ അതിനെ പറ്റിയിട്ടൊക്കെയാണ്. അതുപോലെ തന്നെ സെൽ തെറാപ്പി വളരെയധികം ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കുറച്ച് ചലഞ്ചസും ഉണ്ട്. സെൽ തെറാപ്പി ഈസ് എക്സ്പെൻസീവ് ആൻഡ് ദർ ആർ എത്തിക്കൽ കൺസേൺസ് അബൌട്ട് മോഡിഫൈയിങ് ഹ്യൂമൻ സെൽസ്. അപ്പോൾ എത്തിക്കൽ കൺസേൺസ് ഉണ്ട്, അതുപോലെ തന്നെ അത് എക്സ്പെൻസീവുമാണ്. There is also the risk of unintended side effects. Despite these obstacles, cell therapy is expected to become more common in the future. അപ്പോൾ ഇതൊക്കെ കറക്റ്റ് ചെയ്തിട്ട് ഫ്യൂച്ചറിൽ അത് ശരിയാവും എന്നുള്ള കാര്യമാണ് പറയുന്നത്. As research improves, it may provide long-term cures for diseases that were once thought to be untreatable. ഒരിക്കൽ നമ്മൾ വിചാരിച്ചിരുന്നു ക്യാൻസറൊക്കെ ഇൻക്യൂറബിൾ ആണ്, ഒരിക്കലും അത് മാറ്റാൻ പറ്റില്ല എന്നൊക്കെ. പക്ഷേ ഒരുപാട് മാറ്റങ്ങൾ അതിലൊക്കെ വരുത്താനായിട്ട് പറ്റും എന്നുള്ളതാണ് സിദ്ധാർത്ഥ മുഖർജി പറയുന്നത്. ഇവാലുവേറ്റ് ദി ഇമ്പോർട്ടൻസ് ഓഫ് സെൽസ് ഇൻ ദി ഫ്യൂച്ചർ ഓഫ് ഹ്യൂമനിറ്റി. സെല്ലിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടാണ്, അതായത് മനുഷ്യൻ്റെ ഫ്യൂച്ചറിൽ സെല്ലിൻ്റെ ഇമ്പോർട്ടൻസ്. Cells are not only the building blocks of life but also the key to future medical breakthroughs. അത് വെറും ഫൗണ്ടേഷൻ മാത്രമല്ല, അതായത് ഭാവിയിൽ നമ്മൾ സെൽ തെറാപ്പിയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സെൽ ഹാസ് വെരി സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ മെഡിസിൻ. Advances in cell research have already led to treatments for cancer, genetic disorders and organ failure. നമുക്കറിയാം ഈ സെൽ റിസർച്ച് ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ക്യാൻസറിന് മാത്രമല്ല, ജനറ്റിക് ഡിസോർഡർ അല്ലേ, അതായത് അംഗവൈകല്യം, അങ്ങനത്തെ കുറേ ജനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ ഓർഗൻ ഫെയിലിയർ, ഇപ്പോൾ കരൾ മാറ്റിവെക്കൽ, കരൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞു കരൾ മതി, ഒരു കരളിൻ്റെ കഷ്ണം മതി, അതുകൊണ്ട് നമുക്ക് പുതിയ എന്താ പറയുക കരൾ ഉണ്ടാക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. Scientists are now developing ways to grow organs in labs to repair damaged tissue with the stem cells and even prevent aging at the cellular level. അപ്പം സെല്ല് വെച്ചിട്ട് ലാബിൽ ഓർഗൻസ് ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏജിങ് പ്രിവെൻറ്റ് ചെയ്യാനും ഈ സെൽ ബയോളജി അല്ലെങ്കിൽ സെൽ ട്രീറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. Siddhartha Mukherjee believes that understanding cells will help extend human lifespan and improve overall health. അല്ലേ, അപ്പോൾ ഓവറോൾ ഹെൽത്തിനെ നന്നാക്കാനായിട്ട് ഈ സെൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യും എന്നുള്ളതാണ് സിദ്ധാർത്ഥ മുഖർജി പറയുന്നത്. In the future, scientists may be able to edit human cells to prevent diseases before they start. അപ്പോൾ സെല്ലിനെ എഡിറ്റ് ചെയ്യാനുള്ള കഴിവ് ഫ്യൂച്ചറിൽ ഉണ്ടാവും എന്നുള്ളതാണ് സിദ്ധാർത്ഥ മുഖർജി പ്രിഡിക്റ്റ് ചെയ്യുന്നത്. Then, as technology improves, cell research will likely transform medicine, allowing people to live longer and healthier lives. അപ്പോൾ കൂടുതൽ ഹെൽത്തി ആയിട്ടും കൂടുതൽ കാലം ജീവിക്കാനുള്ള ഒരു മാർഗം ഈ സെൽ റിസർച്ച് നൽകും. By studying and controlling cells, humanity will be able to shape its own future, making disease and aging less of a limitation. And ഏജിങ്ങും അതുപോലെ തന്നെയുള്ള ഡിസീസുകളൊക്കെ ഇല്ലാതാക്കി ഒരു പുതിയ ലോകം തന്നെ ഉണ്ടാക്കും എന്നുള്ളതാണ് സിദ്ധാർത്ഥ മുഖർജി പറയുന്നത്. ഇനി എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. എസ്സേ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാം 10 മാർക്കാണ്, 2 പുറാണ് എഴുതേണ്ടത്. അറൗണ്ട് 250-300 വേർഡ്സിലാണ് എഴുതേണ്ടത്. The journey of cell biology from discovery to future possibilities. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്, ഒന്ന് വായിക്കാം. The study of cells has transformed our understanding of life and medicine. The journey began in 1665 when Robert Hooke first observed cells in cork using a microscope. നമുക്കറിയാം റോബർട്ട് ഹുക്കാണ് സെല്ല് കണ്ടുപിടിച്ചത്. Later, Antony van Leeuwenhoek discovered single-celled organisms, revealing that life exists at a microscopic level.
അങ്ങനെയാണ് മൂപ്പരാണ് അമീബ അങ്ങനത്തെ സിംഗിൾ സെൽ ഓർഗാനിസംസിനെ കണ്ടുപിടിച്ചത്. അപ്പം മൈക്രോസ്കോപ്പിക് അല്ലെ, ഏറ്റവും നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത രീതിയിൽ വരെ ജീവികൾ ഉണ്ട് എന്ന് കണ്ടുപിടിച്ചു. In the 19th century, scientists like Matthias Schilden and Theodor Schwann developed the cell theory, which states that all living things are made of cells. അങ്ങനെ അവരാണ് എല്ലാ ജീവികളും സെല്ല് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളൊരു തിയറി ഫോർമുലേറ്റ് ചെയ്തത്. These discoveries laid the foundation for modern biology. As technology improved, new milestones reshaped medicine. The invention of the electron microscope in the 20th century allowed scientists to see cell structures in detail, leading to breakthroughs in understanding diseases like cancer. We know that the discovery or the invention of electron microscope നമ്മുടെ ഈ സെല്ലിനെ കൂടുതൽ അടുത്ത് കാണാനും അതിൻ്റെ സ്ട്രക്ചർ പഠിക്കാനും അങ്ങനെ ക്യാൻസറിനെ വരെ ഉള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആയിട്ട് സെൽ റിസർച്ച് കണക്കാക്കാനും പറ്റി. The discovery of DNA by Watson and Crick in 1953 revolutionized genetics, showing how cells pass information from one generation to the next. അപ്പോൾ നമുക്കറിയാം വാട്സൺ ആൻഡ് ക്രിക്ക് മോഡലൊക്കെ നമുക്കറിയാം, DNA ഹെലിക്സ് മോഡലൊക്കെ. അപ്പോൾ അവരാണ് ഒരു ജനറേഷനിൽ നിന്നും വേറൊരു ജനറേഷനിലേക്ക് എങ്ങനെയാണ് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്, അതായത് എങ്ങനെയാണ് ഹെറിഡിറ്ററി എങ്ങനെയാണ് എന്നുള്ളത് അവരാണ് നമുക്ക് വ്യക്തമാക്കി തന്നത്. These findings led to biotechnology advancements such as genetic engineering, cloning, and some stem cell research, all of which continue to improve health care. അപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജനറ്റിക് എഞ്ചിനീയറിംഗ്, ക്ലോണിങ് അല്ലെ, ഒരു സെല്ല് കൊണ്ട് തന്നെ ഒരു ജീവിനെ ഉണ്ടാക്കി നമ്മൾ ഡോളീനൊക്കെ. അതുപോലെ തന്നെ even today studying cell evolution helps scientists understand disease, aging and genetic disorders. നിങ്ങൾക്ക് അറിയാം ചില ആളുകൾ പെട്ടെന്ന് ഏജ്ഡ് ആവും, ചില ആളുകൾ അങ്ങനെ ഏജ്ഡ് ആവില്ല. അപ്പോൾ അതൊക്കെ ജനറ്റിക് ആണ് ഒരു തരത്തിൽ. അപ്പോൾ അങ്ങനെ ഈ ഏജിങ്ങിൻ്റെ DNA ആ സെൽസ് നീക്കം ചെയ്താൽ മതി അല്ലേ. അപ്പോൾ അങ്ങനെ കുറേ റിസർച്ചുകൾ നടക്കുന്നുണ്ട്. Cells have also played a crucial role in evolution. Billions of years ago, the first living organisms were single-celled bacteria. Over time, some of these cells developed into more complex forms, eventually leading to multicellular organisms like plants, animals, and humans. ആദ്യം സിംഗിൾ സെൽ ഓർഗാനിസംസ് ആയിരുന്നു, അതിൽ നിന്ന് കോംപ്ലെക്സ് ഫോംസ് ഉണ്ടായി, അതായത് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ഉണ്ടായി മനുഷ്യനെ പോലെയുള്ള. This diversification allowed life to adapt and thrive in different. Looking ahead, cell biology holds incredible promise. അല്ലേ? അപ്പോൾ ഇത് സെൽ ബയോളജി ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും ഫ്യൂച്ചറിൽ. അത് വളരെ ഒരു അവിശ്വസനീയമായ ഒരു പ്രോമിസ് തന്നെയാണ് സെൽ ബയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. Scientists are working on growing artificial organs from stem cells which would one day replace damaged body parts. അല്ലേ? ഇപ്പോൾ ഒരു ഹാർട്ട് അല്ലെങ്കിൽ ഒരു കിഡ്നി അതൊരു സെല്ലിൽ നിന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഇറ്റ് വിൽ റെവല്യൂഷനൈസ് ഓർഗൻ ട്രാൻസ്പ്ലാന്റിങ് അല്ലേ. പിന്നെ ഡോണറിന് തേടി നടക്കുക ഒന്നും വേണ്ട. Gene editing technologies like RISPR allows us to correct faulty genes potentially causing inherited diseases. ജീൻ കറക്ഷനിലൂടെ ഒരുപാട് കാര്യങ്ങൾ, അതായത് ഹെറിഡിറ്ററി ഡിസീസസ് ഒക്കെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. Biotechnology is also using cells to create lab-grown meat, reducing the need for animal farming. അതുപോലെ തന്നെ ഒരു സെല്ലിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ മീറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ അനിമൽസിനെ കൊല്ലുന്നത് അല്ലെങ്കിൽ അനിമൽ ഫാമിംഗ് ഒക്കെ നിർത്തലാക്കാൻ പറ്റും. In cancer research, immune cell therapy is already saving lives by training the body's own cells to fight tumors. അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂൺ സെൽ അല്ലേ, നമ്മുടെ സ്വന്തം ശരീരത്തിലെ തന്നെ സെല്ലുകൾ ഉപയോഗിച്ച് നമുക്ക് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിച്ച് രോഗങ്ങൾക്കെതിരെ പ്രതിരോധിക്കാൻ പറ്റും, ട്യൂമേഴ്സിനും ക്യാൻസറിനും എതിരെ ഉൾപ്പെടെ.
These advancements show that cells are not just tiny structures but powerful tools for shaping the future of medicine and technology. അപ്പോൾ സെൽ വളരെ ചെറുതൊന്നുമല്ല, ഫ്യൂച്ചർ മെഡിസിനെ ചേഞ്ച് ചെയ്യാൻ മാത്രമുള്ള ടെക്നോളജി സെൽസിനുണ്ട്, അല്ലെങ്കിൽ സെൽ ബയോളജിക്ക്. As Siddhartha Mukherjee points out, what looks unremarkable is really the center of a being. Though cells are microscopic, they are the foundation of all life. അല്ലേ? വളരെ ചെറുതാണെങ്കിൽ അതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് ഹ്യൂമൻ ലൈഫിൽ. They hold the secrets of our past and the key to our future, proving that even the smallest things can have the greatest impact. അപ്പോൾ ചെറുതാണെങ്കിലും ഒരുപാട് ഇമ്പാക്റ്റുകൾ അല്ലെങ്കിൽ ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അത് നമ്മുടെ പാസ്റ്റിനെ പറ്റിയിട്ടുള്ള സീക്രറ്റും ഫ്യൂച്ചറിലേക്കുള്ള ഒരു താക്കോലുമാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അതിനൊരുപാട് ഗ്രേറ്റസ്റ്റ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും സെൽ ബയോളജിക്ക്. സോ ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദ വീഡിയോ. അങ്ങനെ നമ്മൾ കാണുന്നതിൻ്റെ ഒപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ ആൻസർ എഴുതി വെക്കുകയും ചെയ്യുക. പിന്നെ നിങ്ങൾ ടെക്സ്റ്റ് വായിച്ചു നോക്കുക, ഇറ്റ്സ് മസ്റ്റ്, ആൻഡ് വാച്ച് ദ ഡോക്യുമെൻ്ററി ഓൾസോ. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ് നിങ്ങൾ എസ് എ ഞാനിവിടെ അതൊക്കെ പറയാൻ വിട്ടുപോയി. എസ് എ അതിൽ 3 ക്വസ്റ്റ്യൻ എങ്ങാണ്ടുണ്ട്, അത് ഞാൻ ഒന്നിച്ചാണ് എഴുതിയിട്ടുള്ളത്. നിങ്ങൾ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു എസ് എ പ്രിപ്പയർ ചെയ്താൽ മതി, അതിന് സമയം ഉണ്ടാവുള്ളൂ. ആൻഡ് ജസ്റ്റ് മോഡിഫൈ യുവർ ഇൻട്രൊഡക്ഷൻ ആൻഡ് കൺക്ലൂഷൻ അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ കേട്ടോ, അത്രയും ചെയ്താൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് വീഡിയോ കാണുക, എഴുതുക, പഠിക്കുക. ഓക്കെ, ബൈ ബൈ.